ഹലോ വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിങ്ങനെ ഷോർട്ട് വീഡിയോസ് തന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു എക്സാം പേടി മാറ്റാനും എക്സാമിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ കണ്ടന്റുകൾ നമ്മളിങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ വീഡിയോസിനും നല്ല പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. വീഡിയോയുടെ അടിയിലുള്ള കമന്റുകൾ കുറവാണെങ്കിലും കമ്മ്യൂണിറ്റിയിലൊക്കെ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതിന്റെ മോഡൽ ഇതിന്റെ മോഡലൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളോട് ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഏതായാലും നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ടിന് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിരിക്കാം, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിരിക്കാം. രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ചെറിയ കണ്ടന്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, സ്പീച്ച് മോഡൽ. എങ്ങനെയായിരിക്കണം ഒരു സ്പീച്ച് നമ്മൾ പേപ്പറിൽ പ്രസന്റ് ചെയ്യേണ്ടത്, അല്ലെ? നമുക്ക് അറിയാവുന്നതാണ്. ഫസ്റ്റ് ടൈം ആയാലും സെക്കൻഡ് ടൈം ആയാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 10ാം ക്ലാസ്സുകാരുടെ കേസിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്പീച്ച് എന്ന് പറയുന്ന ഡിസ്കോഴ്സ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ഡിസ്കോഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കോഴ്സ് ആണ് ഇത് സ്പീച്ച് എന്ന് പറയുന്നത്, അല്ലെ? നമുക്കറിയാം മിസ്റ്റർ ജോൺ പറയുന്നതും മാർത്ത പറയുന്നതുമായിട്ടുള്ള ഡിസ്കോഴ്സുകൾ അല്ലെങ്കിൽ സ്പീച്ചുകൾ നമ്മൾ 10ാം ക്ലാസ്സിൽ കണ്ടു. ഇനി 9ാം ക്ലാസ്സുകാരായാലും ശരി, ഇതൊക്കെ തന്നെയാണ് ഇനി വരാനുള്ളത്, അല്ലെ? ആ ഒരു ഡബ്ബാവാല സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച്, ആ ഒരു ഡബ്ബാവാല സിസ്റ്റം കണ്ട് മനസ്സിലാക്കിയ നിങ്ങൾ ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് ഒരു പബ്ലിക്കിൽ സംസാരിച്ചാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ, ഏത് രീതിയിൽ സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെയായിരിക്കണം, ഹൗ ടു റൈറ്റ് എ സ്പീച്ച്, എങ്ങനെയായിരിക്കണം നമ്മൾ ആ ഒരു സ്പീച്ച് എഴുതേണ്ടത് എന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. സോ ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഹൗ ടു റൈറ്റ് എ സ്പീച്ച്. എങ്ങനെയാണ് ഒരു സ്പീച്ച് പ്രസന്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ, ചെറിയൊരു വീഡിയോ. ഓക്കെ, അപ്പോൾ സ്പീച്ചിന്റെ മോഡൽ അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ഓഫ് എ സ്പീച്ച് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂഷ്വൽ ആയിട്ടുള്ള, അതായത് നമ്മൾ സ്കൂളിൽ നടത്തുന്ന ഒരു സ്പീച്ച് ആണെങ്കിൽ, നമ്മൾ ഈ ഒരു സ്പീച്ച് പറയാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്കൂളിലാണെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ തുടങ്ങാം? ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ്, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ടൈം ഏതാണെങ്കിലും പ്രശ്നമില്ല, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാം. സോ ഗുഡ് മോർണിംഗ് എവ്രിവൺ, എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഗുഡ് മോർണിംഗ് പറയാം. എന്നിട്ട് റെസ്പെക്റ്റഡ് പ്രിൻസിപ്പാൾ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടത്തെ സ്പീച്ച് ആണെങ്കിൽ, ഇത് നിങ്ങൾ സ്കൂളിൽ, ആ സ്കൂളിലെ നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ മുന്നിൽ നടത്തുന്ന ഒരു സ്പീച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തുടങ്ങിയാൽ മതി. ഇനി അതല്ല, ഇതൊരു പബ്ലിക് സ്പേസിൽ, ഒരു പബ്ലിക് പ്ലേസിലുള്ള ഒരു സ്പീച്ച് ആണെങ്കിൽ ജസ്റ്റ് എന്ത് പറഞ്ഞാൽ മതി, ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഓർ ഗുഡ് ആഫ്റ്റർനൂൺ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ സ്കൂളിലാണെങ്കിൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പാൾ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് തുടങ്ങാം. ഇനി അതല്ല, ഒരു പബ്ലിക് സ്പേസിലാണെങ്കിൽ ജസ്റ്റ് എന്ത് പറഞ്ഞാൽ മതി, ഗുഡ് മോർണിംഗ് എവ്രി വൺ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എവ്രി വൺ ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. നോ ഇഷ്യൂസ്. റെഡിയാണേ? അപ്പൊ ആ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെയോ, it is an honor to stand before you today and share my thoughts on എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ടോപ്പിക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇറ്റ് ഈസ് ആൻ ഓണർ ടു സ്റ്റാൻഡ് ബിഫോർ യു ടുഡേ ആൻഡ് ഷെയർ മൈ തോട്ട്സ് ഓൺ. നിങ്ങളുടെ മുന്നിൽ ഇന്നിങ്ങനെ വന്നു നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, അല്ലെങ്കിൽ ആദരിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്, ഷെയർ മൈ തോട്ട്സ് ഓൺ ടോപ്പിക്. ഇവിടെ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളോട് എന്തിനെ കുറിച്ചിട്ടാണോ സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, എഴുതി കൊടുക്കുന്നു. എന്നിട്ട് പറയാണ്, ദിസ് ഈസ് എ സബ്ജക്ട് ദാറ്റ് അഫക്ട്സ് ഓൾ ഓഫ് us ഇൻ സം വേ. ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വിഷയം നമ്മളെ എല്ലാവരെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയമാണെങ്കിൽ മാത്രമേ ഈ മോഡൽ നിങ്ങൾ ചൂസ് ചെയ്യാവൂ കേട്ടോ. ആൻഡ് ഐ ബിലീവ് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു റിഫ്ലക്ട് ഓൺ ഇറ്റ് ടുഗെദർ. ഈ ഒരു വിഷയത്തിന്മേൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മളുടേതായിട്ടുള്ള അഭിപ്രായത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഡീറ്റെയിലിംഗ് നടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ മുന്നിൽ വന്നെത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഒരു സ്പീച്ച് തുടങ്ങാൻ സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന വിഷയം എന്തായിരിക്കണം, എന്തെങ്കിലും നമ്മളെ അടക്കം അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ മൊത്തം ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വിഷയമായിരിക്കണം. അപ്പോൾ 9ാം ക്ലാസ്സുകാരുടെ കേസിൽ ടോയ്സ് ടു ടീൻസ് എന്ന് പറയുന്ന ഒരു ലെസൺ നിങ്ങൾ പഠിച്ചു, അല്ലേ? അപ്പോൾ ടോയ്സ് എത്രമാത്രം കുട്ടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സ് ആയാലും കുട്ടികളായാലും അവരെ എത്രമാത്രം നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരുന്നു ആ ലെസണിൽ നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ സ്കൂളിൽ ഒരു സ്പീച്ച് നടത്താനുള്ള
ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യാം? ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാം. ഇനി 10ാം ക്ലാസ്സുകാരുടെ കേസിൽ ചൈൽഡ് ലേബർ, വാങ്ക എന്ന് പറയുന്ന ലെസണിൽ ചൈൽഡ് ലേബറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചൈൽഡ് ലേബർ എന്ന് പറയുന്ന ആ ഒരു സംഗതി, ആ ഒരു വിഷയം എത്രമാത്രം നമ്മുടെ കുട്ടികളിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, സൊസൈറ്റിക്ക് അത് എത്രമാത്രം അപമാനമാണ് തുടങ്ങിയ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് നിങ്ങളോട് സ്പീച്ച് എഴുതാൻ പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി കൊടുത്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാണ്. ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതി വെച്ചു. ഇനി ആ ഒരു വിഷയത്തിനെ കുറിച്ച് കാര്യമായിട്ടുള്ള രീതിയിൽ ഒരു 1-2 പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കും. ആ ഒരു കയ്യിലുള്ള എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് മാക്സിമം നിങ്ങൾ എഴുതി പിടിപ്പിക്കുക. അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, അല്ലേ? ഇനി നമുക്ക് കുറേ വേർഡ്സ് പഠിക്കാനോ അല്ലെങ്കിൽ സെന്റൻസുകൾ പഠിക്കാനോ എന്നുള്ള സമയമില്ല. അതെല്ലാം നല്ല രീതിയിൽ അറിയുന്ന ആളുകൾ നല്ല രീതിയിലുള്ള ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് വലിച്ചു നീട്ടി എഴുതുക. അതൊന്നും കയ്യിലില്ല, കുറച്ച് പ്രയാസം അനുഭവിക്കുന്നുണ്ട് നിങ്ങളെങ്കിൽ, അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിൽ ഇച്ചിരിയെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കയ്യിലുള്ളത് വെച്ചിട്ട് മാക്സിമം ഒരു 1-2 പാരഗ്രാഫ് എന്തെങ്കിലും മീൻസ് ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം? പേപ്പറിൽ എഴുതി വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ എന്തിലേക്ക് എത്തുന്നു? കൺക്ലൂഡിംഗ് പോർഷനിലേക്ക് എത്തുന്ന സമയത്ത് ആസ് ഐ കൺക്ലൂഡ്, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഐ വാണ്ട് ടു ലീവ് യു വിത്ത് ദിസ് തോട്ട്, എനിക്ക് ഈ ഒരു തോട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു നിർത്തിയിട്ട് നമ്മൾ എന്ത് പറയുന്നു? എൻഡ് വിത്ത് എ പവർഫുൾ കോട്ട്. ഒന്നുകിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കോട്ട്, ഒരു മഹത് വചനമോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ എ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ, ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. നമുക്ക് ഉത്തരം അറിയാം എങ്കിലും ആ ഒരു ചോദ്യത്തിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ. നമ്മൾ പഠിച്ചു ബ്ലോവിംഗ് ദ വിൻഡിലും ഒക്കെ നമ്മൾ പഠിച്ച റിട്ടോറിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ വിഷയം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതിനെതിരെ നമ്മൾ സംസാരിക്കണമെന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ പറഞ്ഞു വെക്കുക. അതുമല്ലെങ്കിൽ ആൻ ഇൻസ്പയറിംഗ് മെസ്സേജ്, എല്ലാവരെയും ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ്, ആ ഒരു ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അവിടെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ അവസാനിപ്പിച്ചിട്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞാൽ മതി? താങ്ക് യു ഓൾ ഫോർ യുവർ ടൈം. ഈ ഒരു സ്പീച്ച് കേൾക്കാൻ നിങ്ങൾ കാണിച്ച ആ ഒരു മനസ്സിനും ആ ഒരു സമയത്തിനും നിങ്ങൾക്ക് ചെലവായ സമയത്തിനുമെല്ലാം ഒരുപാട് നന്ദി. ലെറ്റ്സ് വർക്ക് ടുഗെദർ ടു മേക്ക് എ ഡിഫറൻസ്. ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം? പ്രയത്നിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു സ്പീച്ച് എന്ത് ചെയ്യാൻ പറ്റും? വൈൻഡ് അപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്പീച്ചിന്റെ മോഡലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾക്കോ അല്ലെങ്കിൽ പബ്ലിക്കിനോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ എന്തെങ്കിലും പ്രശ്നമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് എക്സാമിന് തരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്, ഈ ഒരു മോഡലിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇനി ഏത് സ്പീച്ച് ചെയ്താലും ഏത് സ്പീച്ച് ചോദിച്ചാലും കൊടുക്കാൻ പറ്റുന്ന ഒരു കോമൺ ടെംപ്ലേറ്റുമായിട്ട് ഒരു മോഡലുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഓക്കെ, അപ്പൊ ഏതായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്പീച്ച് എങ്ങനെയായിരിക്കണം, ഒരു സ്പീച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഐ എം ഗോണ വൈൻഡ് അപ്പ്. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.